സമയം മുൻപാണ് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി വ്യക്തമാക്കുന്ന ധവളപത്രം നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ചത്. അതിൽപ്പോൾ പറയുന്നത് LDF സർക്കാർ സ്ഥാനമൊഴിയുമ്പോൾ 5263.74 കോടി രൂപ ബാക്കിയുണ്ട് എന്നുള്ളതാണ്. 5000 കോടി ബാക്കി വെച്ചിട്ടാണ് സർക്കാർ ഇറങ്ങുന്നത് എന്നത് മുൻ ധനകാര്യമന്ത്രി വ്യക്തമാക്കിയതാണ്. അത് ശരിയാണ് എന്ന് വ്യക്തമാക്കുന്ന ധവളപത്രം ട്രഷറിയിൽ മെയ് മാസത്തിൽ മിച്ചമുള്ളത് 2211.96 കോടി രൂപ. ഒപ്പം തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഏത് തരത്തിൽ ബാധ്യതയാകുന്നുണ്ട്, കിഫ്ബിയുടെ കടബാധ്യത എങ്ങനെ എന്നതൊക്കെ വിശദമായി തന്നെ വ്യക്തമാക്കുന്ന ധവളപത്രം. വിശദാംശങ്ങളുമായി ഷഫീദ് റാവുത്തറുണ്ട്. ഷഫീദ്, ഇതിലിപ്പോൾ മുൻ സർക്കാർ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ് എന്ന് ധവളപത്രം പറയുന്നുണ്ട്. ഈ സർക്കാർ അധികാരമേൽക്കുന്ന സമയത്ത് 2211.96 കോടി രൂപ ഖജനാവിൽ മിച്ചമുണ്ടായിരുന്നു. അത് മെയ് മാസത്തിലേതാണ്. ഏപ്രിലിൽ സ്ഥാനമൊഴിയുമ്പോഴാണ് 5263.74 കോടി രൂപ. പിന്നീട് അതെങ്ങനെയാണ് ഈ തരത്തിലേക്കായത്? ഏത് തരത്തിലേക്കാണ് കടബാധ്യതകളുള്ളത്? കിഫ്ബിയെ കുറിച്ച് പറയുന്നു. പൊതുമേഖലാ സ്ഥാപനങ്ങൾ നഷ്ടത്തിലാകുന്നത് എങ്ങനെയാണ് എന്നത് പറയുന്നു. ആകെ കൂടി നോക്കിയാൽ എന്താണ് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി? ചിത്രം എങ്ങനെയാണ്? അനുജ, രാഷ്ട്രീയ വിവാദം അടക്കമുള്ള പല കാര്യങ്ങളെക്കുറിച്ചും അതിൽ കിഫ്ബി അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് ധവളപത്രത്തിൽ പരാമർശിക്കുന്നു, ധവളപത്രത്തിൽ വിശദമായി പറയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രവുമല്ല, ഈ സംസ്ഥാന സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം മുഖ്യമന്ത്രി VD സതീശൻ അടക്കം ആവർത്തിച്ച് പറഞ്ഞ കാര്യമാണ് ഖജനാവിൽ പൂച്ച പെറ്റുകിടക്കുകയാണെന്നുള്ളതിൽ ഇപ്പോൾ ഈ ധവളപത്രത്തിൽ പറയുന്ന കണക്കനുസരിച്ച് 2026 ഏപ്രിൽ 5265 കോടി രൂപ ഉണ്ടായിരുന്നുവെന്ന് ധവളപത്രം പറയുന്നുണ്ട്. അതായത് മുൻ സർക്കാരിന്റെ വാദം ശരിവെക്കുകയാണ്. ഇനി കിഫ്ബിയെ കുറിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട വിമർശനങ്ങളാണ്. കിഫ്ബിയെ കുറിച്ച് അറിയാം, കഴിഞ്ഞ സർക്കാരിന്റെ ഏറ്റവും അഭിമാനകരമായ പദ്ധതി എന്ന നിലയിൽ അവർ നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതി. അതിൽ പറയുന്നത് കിഫ്ബി പദ്ധതി മുൻഗണനയിൽ വീഴ്ച സംഭവിച്ചു, പദ്ധതികൾക്ക് നൽകിയത് രാഷ്ട്രീയ മുൻഗണനയാണ്, കിഫ്ബി മാനദണ്ഡങ്ങൾ പാലിച്ചില്ലെന്നും ധവളപത്രത്തിൽ പരാമർശമുണ്ട്. കൂടാതെ കിഫ്ബിയുടെ അടിസ്ഥാന ആശയം ദുർബലപ്പെട്ടു എന്നൊക്കെയുള്ള കാര്യങ്ങൾ വളരെ ഗൗരവത്തിൽ തന്നെ ഈ ധവളപത്രത്തിൽ പറയുന്നുണ്ട്. മാത്രമല്ല, കിഫ്ബിയുമായി ബന്ധപ്പെട്ട കണക്കുകളും അത് ഇതുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കിഫ്ബിയുടെ നിലവിലെ വായ്പ ബാധ്യത ഏകദേശം 21,000 കോടി രൂപയാണ്. ഇനി ധനസഹായം നൽകേണ്ട പദ്ധതികൾക്ക് 35,000 കോടിയിലധികം വേണം. കിഫ്ബിയുടെ കടം യഥാർത്ഥത്തിൽ സംസ്ഥാനത്തിന്റെ കടമായാണ് CAG വിലയിരുത്തുന്നത്. കിഫ്ബിയുടെ വായ്പാ ചെലവ് സർക്കാരിനേക്കാൾ 1.5% കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കിഫ്ബി വായ്പ നൽകുന്നതിലടക്കം നിയന്ത്രിക്കണം. ഒരു ഘട്ടത്തിൽ കിഫ്ബി വായ്പകൾ ഇനി അനുവദിക്കരുതെന്നൊക്കെയുള്ള കാര്യങ്ങൾ എന്നുള്ള വളരെ ഗൗരവത്തിലുള്ള കാര്യങ്ങൾ അത് ഈ ധവളപത്രത്തിൽ പറയുന്നുണ്ട്. കൂടാതെ സംസ്ഥാന സർക്കാരിന്റെ നിലവിലത്തെ സാമ്പത്തിക സാഹചര്യം അടക്കമുള്ള കാര്യങ്ങൾ അതും വ്യക്തമാക്കുന്നുണ്ട് ഈ ധവളപത്രത്തിൽ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റു ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. അത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ സംബന്ധിച്ചാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ സംസ്ഥാന ഖജനാവിന് ഭാരമാകാതെ സാമ്പത്തിക വളർച്ചയ്ക്ക് പ്രചോദനമാകുന്ന രീതിയിൽ പുനഃസംഘടിപ്പിക്കണം എന്നുള്ളൊരു കാര്യം, അതൊരു പുനഃസംഘടന എന്ന രീതിയിൽ തന്നെ അവതരിപ്പിക്കുന്നു ധവളപത്രത്തിൽ എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ പരിഷ്കരണം അത് നടപ്പിലാക്കണം. KSEB പോലുള്ള പ്രധാന സ്ഥാപനങ്ങൾ സാമ്പത്തികമായി സ്വയം പര്യാപ്തമാകണം. അത് എങ്ങനെയെന്നൊക്കെയുള്ള കാര്യങ്ങൾ അത് വരും ദിവസങ്ങളിൽ ചർച്ചയാകേണ്ടതാണ്. കാരണം KSEBക്ക് ഇപ്പോൾ തന്നെ ഉണ്ടായിരിക്കുന്ന കടബാധ്യത അതിന്റെ വിവരങ്ങൾ അടക്കം നമുക്കറിയാം. ഓവർ ഡ്രാഫ്റ്റിനെ കുറിച്ച് ധവളപത്രത്തിൽ പറയുന്നുണ്ട്. കൂടാതെ സാമൂഹ്യ ഉത്തരവാദിത്തങ്ങൾ നിലനിർത്തേണ്ടതുണ്ടെങ്കിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ സാമ്പത്തിക ദുരുപയോഗമുള്ള അടക്കമുള്ളവ ന്യായീകരിക്കരുത് എന്ന് ധവളപത്രത്തിൽ പറയുന്നുണ്ട്. സബ്സിഡികൾ സ്ഥാപനങ്ങൾക്ക് നൽകുന്നതിന് പകരം അർഹമായ ഉപഭോക്താക്കൾക്ക് നേരിട്ട് നൽകണം എന്നുള്ള കാര്യം പറയുന്നുണ്ട്. വൈദ്യുതി ഉൽപാദന ശേഷി വർദ്ധിപ്പിക്കാനുള്ള കാര്യം പറയുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അത് ഈ ബെബ്കോ സപ്ലൈകോ ലയനത്തെ കുറിച്ചിട്ടാണ്. അതായത് നമുക്കറിയാം, സപ്ലൈകോ ഇപ്പോൾ അനുഭവിക്കുന്ന സാമ്പത്തിക ബാധ്യത അത് വളരെ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ബെബ്കോയും സപ്ലൈകോയും ലയിപ്പിക്കണം. ലാഭത്തിലുള്ള ബെബ്കോയും നഷ്ടത്തിലുള്ള സപ്ലൈകോയും ഒരൊറ്റ കോർപ്പറേഷനായി ലയിപ്പിക്കണമെന്നും ഇതിലൂടെ ബെബ്കോയുടെ ലാഭം ഉപയോഗിച്ച് സപ്ലൈകോയുടെ നഷ്ടം നികത്താനും നികുതി ഭാരം കുറയ്ക്കാനും ഈ ധവളപത്രത്തിൽ പറയുന്നുണ്ട്. നഷ്ടത്തിലോടുന്ന സ്ഥാപനങ്ങളുടെ നേരത്തെ പുനഃസംഘടന അത് വേഗത്തിലാക്കണം എന്നുള്ള കാര്യം പറയുന്നുണ്ട്. തന്ത്രപ്രധാനമല്ലാത്ത പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരണം എന്നുള്ള കാര്യം കൂടി ധവളപത്രം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഓഹരി വിറ്റഴിക്കൽ അല്ലെങ്കിൽ അടച്ചുപൂട്ടൽ എന്നിവ പരിഗണിക്കണം. കൂടാതെ ഉപയോഗിക്കപ്പെടാതെ കിടക്കുന്ന ഭൂമിയും മറ്റ് ആസ്തികളും കൂടുതൽ ഉൽപാദനക്ഷമമായ മേഖലകളിലേക്ക് മാറ്റി വിനിയോഗിക്കണമെന്നും എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും സമയബന്ധിതമായി ഓഡിറ്റ് ചെയ്ത് സാമ്പത്തിക കണക്കുകൾ പ്രസിദ്ധീകരിക്കുന്നത് സർക്കാർ ഉറപ്പാക്കണമെന്നും ധവളപത്രത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ശുപാർശകൾ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സാഹചര്യങ്ങളുടെ ഒരു പൊതുചിത്രം കൂടി ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നു എന്നുള്ളതാണ്. കേരളത്തിന്റെ ആകെ കടബാധ്യത 5.07 ലക്ഷം കോടിയാണ്. സംസ്ഥാന വരുമാനത്തിന്റെ 77% ശമ്പളം, പെൻഷൻ, പലിശ തുടങ്ങിയ നിർബന്ധിത ചെലവുകൾക്ക് വിനിയോഗിക്കുന്നുണ്ട്. വികസന പ്രവർത്തനങ്ങൾക്കുള്ള മൂലധന ചെലവ് രാജ്യത്തെ ഏറ്റവും താഴ്ന്ന നിരക്കുകളിലൊന്നാണ്. ട്രഷറി പ്രതിസന്ധി രൂക്ഷമാണ് എന്നുള്ള കാര്യവും ധവളപത്രത്തിൽ പറയുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.